ഇറാനുമായുള്ള സംഘർഷം പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 6 മാസത്തേക്ക് അടുക്കുകയാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തുടങ്ങിയിട്ട് അന്ന് മുതൽ തന്നെ ഈ യുദ്ധത്തിന്റെ ചിലവുമായി ബന്ധപ്പെട്ട് നിരവധി കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് അത് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നത് $3750 കോടി, ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയ്ക്കടുത്ത്, കൃത്യമായി പറഞ്ഞാൽ 3.61 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുക. ഡിഫൻസ് സെക്രട്ടറി കൂടിയായ പീറ്റ് ഹെക്സത്ത് US കോൺഗ്രസിലാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തിയത്. കൂടുതൽ തുക യുദ്ധത്തിനായി അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മെയ് മാസത്തിന് ശേഷം $8 ബില്യൺ അധികം ചിലവായി. ഈ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക പരിശീലനം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. പക്ഷേ ഇത് ഡെമോക്രാറ്റുകളുടെ വലിയ എതിർപ്പിന് കാരണമായി. റിപ്പബ്ലിക്കൻ സെനറ്റർമാരിൽ ചില ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് മുന്നോട്ട് വെച്ചു. കാരണം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്ന ഒരു ചിലവിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അവരൊക്കെ വിലയിരുത്തിയിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പണം എന്ന ആർത്തി, യുദ്ധം എങ്ങനെയെങ്കിലും വിജയിക്കണം, അതിന് കൂടുതൽ ആയുധങ്ങൾ വേണം, കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കണം, കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കണം, ഇതിനൊക്കെയുള്ള പണത്തിനായുള്ള ആർത്തിയിലാണ് ട്രംപ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അജയ് സുധാ ബിജ് ആയിരുന്നു. അജയ്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപോലെ നമ്മൾ ഡെസ്കിൽ നിന്ന് ചർച്ച ചെയ്തതാണ്. ഒരു ലോക രാജ്യത്തിൻ്റെ, അത്യാവശ്യം ഒരു വികസ്വര രാജ്യത്തിൻ്റെ അവരുടെ GDPക്ക് ആകുന്ന കണക്കുകളാണ്. എത്രയോ രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി മാറ്റാനുള്ള പൈസയാണ്. ഇതിപ്പോൾ ഇറാനിൽ ഒക്കെയായി പൊടിച്ചു കളയുകയാണ് ട്രംപ്. അമേരിക്കയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തിയുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും പല രാജ്യങ്ങളുടെയും മൊത്തം GDPയേക്കാൾ ഒരു വലിയ തുകയാണ്, അവരുടെ ഒരു വാർഷിക വരുമാനത്തിനേക്കാൾ ഇരട്ടി വരുന്ന തുകയാണ് അമേരിക്ക ഇറാനുമായിട്ടുള്ള സംഘർഷത്തിന് വേണ്ടി മാത്രം നിലവിൽ ചെലവഴിച്ചിരിക്കുന്നത്. ഇതിന് ട്രംപ് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, മുൻപ് വിയറ്റ്നാം യുദ്ധം എടുത്തു നോക്കട്ടെ, ഇറാഖ് യുദ്ധം എടുത്തു നോക്കട്ടെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള സൈനിക ഓപ്പറേഷൻ എടുത്തു നോക്കട്ടെ, ഇതിലൊക്കെ ചെലവഴിച്ച തുകയേക്കാൾ വളരെ കുറവ് മാത്രമാണ് ഇറാനിലെ സൈനിക നടപടികൾക്ക് വേണ്ടി ചെലവഴിച്ചത്. മാത്രമല്ല, വെറും 18 അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. മറ്റ് എല്ലാ യുദ്ധങ്ങളിലും നിരവധി നൂറുകണക്കിന് സൈനികരുടെ ജീവൻ പൊലിയേണ്ടി വന്നു, ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അതൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വെറും ഒരു ചെറിയ സംഖ്യയാണ് എന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. പക്ഷേ ഇപ്പോൾ US സെനറ്റിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് US പ്രസിഡന്റായിട്ടുള്ള ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും ഏൽക്കേണ്ടി വന്നത്. പീറ്റ് ഹെക്സറ്റ് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് US കോൺഗ്രസിൽ ഇപ്പോൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കണക്കുകൾ അവതരിപ്പിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ മെയ്യിലാണ് അദ്ദേഹം ഇതിനു മുൻപേ US കോൺഗ്രസിലെത്തി സെനറ്റിന് മുൻപിൽ കണക്കുകൾ അവതരിപ്പിച്ചത്. അന്ന് പറഞ്ഞ തുകയേക്കാൾ ഇപ്പോൾ ഏതാണ്ട് $8 ബില്യൺ അധിക ചെലവാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ ഇപ്പോഴുള്ള കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ $37.5 ബില്യൺ ചെലവാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 3.6 ലക്ഷം കോടി രൂപയാണ് മൊത്തം ചെലവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ സംഖ്യ തന്നെയാണ്. അതുമാത്രമല്ല, പീറ്റ് ഹെക്സറ്റ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി US-ന്റെ പ്രതിരോധ വകുപ്പിന് $87 ബില്യൺ അധിക ബജറ്റ് അനുവദിക്കണമെന്നും ഈ US കോൺഗ്രസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 8 ലക്ഷം കോടിയോടടുപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള തുക അതുകൂടി പ്രതിരോധ വകുപ്പിന് വേണമെന്നതാണ് പീറ്റ് ഹെക്സറ്റിന്റെ ഒരു പുതിയ അവകാശവാദം. ഇതിൽ $67 ബില്യൺ ചെലവഴിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലായിരിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തുക തീർച്ചയായിട്ടും അനിവാര്യമാണ്. US-ലെ സൈനികർക്ക് ഇപ്പോൾ മറ്റ് ആനുകൂല്യങ്ങൾ നൽകാനാണെങ്കിലും കൂടുതൽ ആയുധ ശേഖരങ്ങൾ സംഭരിക്കുന്നതിനാണെങ്കിലും തീർച്ചയായിട്ടും ഈ തുക വേണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം വാദിക്കുന്നത്. പക്ഷേ ഇന്നലെ US സെനറ്റിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെ. അതാണ് ഈ പീറ്റർ ഹെക്സറ്റ് പറയുന്നത്, സൈനികരുടെ പരിശീലനം പോലും മുടങ്ങിപ്പോകുമെന്നാണ് ഈ പണം കിട്ടിയില്ലെങ്കിൽ. അത് മാത്രമല്ല, റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമുണ്ട്, എതിർപ്പുണ്ട്. വലിയ വിഭാഗമില്ല എങ്കിൽ പോലും ട്രംപിൻ്റെ പല നടപടികളെയും അത്തരത്തിൽ വിമർശിക്കപ്പെടുകയാണ് അമേരിക്കയിൽ വ്യാപകമായി. ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് വലിയ എതിർപ്പുണ്ട്. റിപ്പബ്ലിക്കൻസും ഇപ്പോൾ ഈ ചെലവുമായി ബന്ധപ്പെട്ട് ഈ ഭീമൻ കണക്കുകൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഇപ്പോൾ സെനറ്റിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം വളരെയധികം പരസ്യമായിരുന്നു. പല അംഗങ്ങളും സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിനെതിരെ പ്ലക്കാർഡുകളും ബാനറുകളും വരെ ഉയർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് സ്റ്റോപ്പ് കില്ലിംഗ് ചിൽഡ്രൻ ഇൻ ഇറാൻ ആൻഡ് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ബാനറുകളാണ് പല അംഗങ്ങളും ഉയർത്തി പീറ്റ് ഹെഗ്സെറ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയടക്കം ചെയ്തത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വളരെ കടുത്ത എതിർപ്പ് തന്നെ ഇപ്പോൾ പുതുതായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള തുകയെ സംബന്ധിച്ചുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ, അതായത് ട്രംപിന്റെ പാളയത്തിലുള്ള പല അംഗങ്ങൾ തന്നെയും ഈ തുകയെപ്പറ്റി ആശങ്ക രേഖപ്പെടുത്തി എന്നുള്ളത് ഇതിൽ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ $67 ബില്യൺ പശ്ചിമേഷ്യയിൽ മാത്രം ചെലവഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മേഖലയിലേക്ക് മൊത്തത്തിൽ ഒരു സംഘർഷം ഇറാൻ അവകാശപ്പെടുന്നത് പോലെ വ്യാപിച്ചാൽ അതിനെ നേരിടാനുള്ള നടപടിക്രമങ്ങളായിരിക്കണം ഇതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ആ ഒരു രീതിയിൽ ഗുരുതരമായിട്ടൊന്നും ഈ പ്രശ്നം ഇതുവരെ ബാധിച്ചിട്ടില്ല. എന്നാൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിലേക്ക് കൂടി ഒരു നോട്ടമിട്ടുകൊണ്ടാണ് ഈ തുക ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.